ഹായ് ഫ്രണ്ട്സ്, സാൻഡ്രം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മുടെ വിഷയം എല്ലാ കൃഷിക്കും, പച്ചക്കറികൾക്കും, ചെടികൾക്കും, ഫ്രൂട്ട് പ്ലാന്റ്സുകളും എന്തുമായിക്കോട്ടെ എല്ലാത്തിനും കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വളത്തിനെ പറ്റിയാണ്. ഇതേ കണ്ടോ, നമ്മളിത് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ വളമാണ്. ഇത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അന്നേരം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആളുകൾക്ക് കുറേയധികം സംശയങ്ങളുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ റിസൾട്ടും പലരും ആവശ്യപ്പെട്ടു. അപ്പോൾ എല്ലാവരുടെയും സംശയങ്ങൾക്കെല്ലാം മറുപടിയും ഇന്ന് തരുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും എല്ലാം ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഞാനിത് കഴിഞ്ഞ 7 ദിവസമായിട്ട് റെഡിയാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. എല്ലാ ദിവസവും ഓരോ പ്രാവശ്യം ഇളക്കി കൊടുക്കുമായിരുന്നു. അതിനുശേഷം പിന്നെയും ഇതുപോലെ കെട്ടി മാറ്റി വെച്ചിരുന്നത് നമ്മൾ 7ാമത്തെ ദിവസം ഓപ്പൺ ചെയ്യുകയാണ്. 25 ലിറ്റർ വളമാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പൊതുവേ ഇതെങ്ങനെ ഇരിക്കുമെന്ന് എല്ലാവർക്കും ഒരു ആകാംക്ഷ കാണുമല്ലോ. ഒരു 7ാമത്തെ ദിവസമായപ്പോൾ വേണ്ട ഇങ്ങനെയാണ് ഈ വളം ഇരിക്കുന്നത്. അപ്പോൾ പല ആളുകളും പറയുന്നുണ്ടായിരുന്നു ഭയങ്കര സ്മെല്ലായിരിക്കുമെന്ന്. ബാഡായിട്ട് ഒരു സ്മെല്ലും ഇല്ല. അതുപോലെ തന്നെ പല ആളുകളും പറയും അവർ വളം ഉണ്ടാക്കുമ്പോൾ ഇവിടെ എല്ലാം പുഴുവായിരിക്കും, നിറച്ച് പുഴുവായിരിക്കുമെന്ന്. അപ്പം ഇത് കണ്ടോ, നിങ്ങൾക്ക് നേരിട്ട് കാണാമല്ലോ, ഇതിനകത്ത് പുഴുവോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനകത്ത് പുഴു വരാതിരുന്നത് അല്ലെങ്കിൽ ബാഡ് സ്മെല്ല് വരാതിരുന്നതിൻ്റെ കാരണം, നമ്മൾ ഇതിനകത്തൊരു വലിയ കട്ട ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ശർക്കര ഇട്ട് കൊടുത്തതിൻ്റെ ഉപയോഗം തന്നെ പുഴുക്കൾ വരാതിരിക്കാനും സ്മെല്ല് വരാതിരിക്കാനും അതുപോലെ തന്നെ ഇതിനകത്ത് ജൈവ ജീവാണുക്കൾ നല്ല രീതിയിൽ വിഘടിക്കുന്നതിനും വേണ്ടിയിട്ടായിരുന്നു. അതിട്ടത് കൊണ്ട് തന്നെ ഇതിന് യാതൊരു പ്രശ്നവും വന്നിട്ടില്ല. പിന്നെ എല്ലാവരുടെയും ഒരു സംശയമായിരുന്നു, ഇത്രയും നമ്മൾ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമുക്കിത് എത്ര നാൾ ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാമെന്നുള്ളത്. നമ്മൾ ഈ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കേണ്ട ഒരു വളമാണിത്. അപ്പം നമുക്ക് എത്രയുണ്ടോ ചെടികൾ, എത്രയുണ്ടോ കൃഷികൾ, അതിനനുസരിച്ച് മാത്രം നമ്മൾ ഉണ്ടാക്കി വെക്കുക. ഞാനിത് ഇന്ന് ഓപ്പൺ ചെയ്തു. ഇന്നും നാളെയുമായിട്ട് ഞാനിത് എൻ്റെ എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് റെഡിയാക്കിയിരിക്കുന്നത്. ഇത് നമ്മൾ രാവിലെയോ വൈകുന്നേരങ്ങളിലോ ആണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വൈകുന്നേരം ഒഴിച്ചു കൊടുക്കുന്നതാണ് എൻ്റെ അനുഭവത്തിൽ ഏറ്റവും നല്ലത്. കാരണം ഈ രാത്രി ഉണ്ട് ചൂടൊന്നും ഇല്ലാതെ ചെടികൾക്ക് അവരുടെ ആവശ്യാനുസരണം വലിച്ചെടുക്കാനും നല്ല ആരോഗ്യത്തോടെ നിൽക്കാനും വെള്ളമാണെങ്കിലും വളങ്ങളാണെങ്കിലും വൈകുന്നേരങ്ങളിൽ കൊടുക്കുന്നതാണ് റിസൾട്ട് തോന്നിയിട്ടുള്ളത്, പ്രത്യേകിച്ച് ഈ ചൂടുകാലത്ത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊരു വിശദമായ വീഡിയോ നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ കയറി കാണുക. പെട്ടെന്ന് ഇതിൻ്റെ ഒരു അളവ് പറയാം. നമ്മൾ 25 ലിറ്റർ വളത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 1 കിലോ കടലപ്പിണ്ണാക്ക് അല്ലെങ്കിൽ കപ്പലപ്പിൻ്റെ പിണ്ണാക്ക്, 1 കിലോ പച്ച ചാണകം, 1 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 250 ഗ്രാം എല്ലുപൊടി, അതുപോലെ 250 ഗ്രാം തൊട്ട് 500 ഗ്രാമിനുള്ളിൽ വരുന്ന ഒരു ശർക്കര. ഇത്രയുമാണ് നമ്മളിതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. വീഡിയോ കണ്ടിട്ടില്ലാത്തൊരു കയറി കാണണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇനിയും ഇതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് കാണിക്കാം. എല്ലാ ദിവസവും രാവിലെ നമ്മൾ ഇത് ഇളക്കി കൊടുക്കുമായിരുന്നു. ഇന്ന് നമ്മൾ രാവിലെ ഇളക്കി കൊടുത്തു. ഇനിയും വൈകുന്നേരം നമ്മളിതിനെ ഉപയോഗിക്കാനായിട്ട് പോവുകയാണ്. അന്നേരം ഇളക്കുകയല്ല, ഇതിൻ്റെ രണ്ട് ഒരു മഗ്, ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം തെളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. തെളിയാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ടെക്സ്ചർ കണ്ടോ, ഇത്ര കാഠിന്യമുണ്ടെന്നറിയാമോ. ഇത് നമ്മൾ ഡയറക്റ്റ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. കൊടുക്കുകയാണെങ്കിൽ ചെടി പെട്ടെന്ന് കരിഞ്ഞു പോകും. അത്രയ്ക്ക് വീര്യമാണ് ഇതിന്. ഇനി നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു പാത്രത്തിൽ തന്നെ 9 പാത്രം വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് മൊത്തം 9 ഇരട്ടിയും കൂടെ വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് മാത്രമേ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇത് കണ്ടോ, 9 ഇരട്ടി വെള്ളം നമ്മൾ ചേർത്തപ്പോൾ വേണ്ട ഈ ഒരു പരുവത്തിനാണ് ഇരിക്കുന്നത്. ഇനി നമ്മളുടെ ചെടിയുടെ വലിപ്പം അനുസരിച്ചാണ് നമ്മളിത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കാണിച്ചു തരാം. ഇനി ചെറിയ ചെടിയോ വലിയ ചെടിയോ ഫ്രൂട്ട് പ്ലാന്റ്സോ എന്ന് വേണ്ട എല്ലാത്തരം ചെടികൾക്കും നമുക്കിത് ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ്. ഭയങ്കര റിസൾട്ടാണ് കിട്ടുന്നത്. ഓരോ ചെടിയുടെയും വലിപ്പം അനുസരിച്ച് നമുക്ക് ഈ വളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഡ്രമ്മിൽ വെച്ചിരിക്കുന്ന ഒരു മാവാണ്. ഇതിന് ഞാൻ ഇതിൻ്റെ 2 കപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുക്കും. പല ആളുകളും ചോദിച്ചൊരു സംശയമാണ്, ഞങ്ങൾ ഗ്രോ ബാഗിലൊക്കെയാണ് വെച്ചിരിക്കുന്നത്, അന്നേരം ഇത് ചുവട്ടിലൊഴിച്ച് കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ, അപ്പോൾ എങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതെന്ന്. അപ്പം ഈ അരിക്ക് ചേർത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഗ്രോ ബാഗിലാണെങ്കിലും ചെടിച്ചട്ടിയിലാണെങ്കിലും ഇങ്ങനെ. അതാണ് ഉദ്ദേശിച്ചത്. ഞാൻ 2 കപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഗ്രോ ബാഗിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ ഒരു ഹൈബ്രിഡ് കത്തിരിയുടെ ആദ്യത്തെ കായ വന്നതാണ്. ഇതിലെ കരിയിലെല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് വേണ്ട ഒരു 1/2 പാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഓവറായി കഴിഞ്ഞാലുണ്ടല്ലോ പെട്ടെന്ന് തന്നെ അത് ഇങ്ങനെ ഇതിലെ താഴെ കൂടെ അങ്ങ് പോകും.
അന്നേരം നമുക്ക് വളം വേസ്റ്റാകും. ഇതാകുമ്പോൾ ഉള്ള വളം അവിടെ നിന്ന് പിടിച്ചെടുത്ത് ചെടി നന്നായിട്ട് വളർന്നു വരാനും അതുപോലെ പുഷ്പിക്കാനും പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനും എല്ലാ തരത്തിനും വളരെ ബെസ്റ്റായിട്ടുള്ള വളമാണ്. പിന്നെ നമ്മൾ അത്യാവശ്യമായിട്ട് പൊതയങ്ങ് ഇട്ട് കൊടുക്കണം. അന്നേരം ഈ ഈർപ്പം ഇതിനകത്ത് നിലനിൽക്കുകയും സൂക്ഷ്മജീവാണുക്കൾക്ക് വളരാൻ ഇതിനകത്ത് എപ്പോഴും ഈർപ്പം നിലനിൽക്കണം. എങ്കിൽ മാത്രമേ സൂക്ഷ്മജീവികൾ വിഘടിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് തന്നെ മണ്ണാണെങ്കിലും ചെടിയാണെങ്കിലും വെയിൽ തട്ടാതിരിക്കാനും എല്ലാം ഈ സമയത്ത് നമ്മൾ പൊതയിട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിപ്പോൾ നമ്മൾ പുതിയതായിട്ട് നമ്മളുടെ ഒരു ഉണ്ടമുളകാണ് കേട്ടോ. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾക്ക് സാൻഡ്രം ഓൺലൈൻ സ്റ്റോറിൽ എല്ലാത്തരം പച്ചക്കറികളുടെ വിത്തുകളും ലഭ്യമാണ്. നമ്മുടെ സാൻഡ്രം ഓൺലൈൻ സ്റ്റോറിൻ്റെ വാട്സാപ്പ് നമ്പർ നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കാം. വിത്തുകൾ വേണ്ടുന്നവർ വാട്സാപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ എടുക്കാവുന്നതാണ്. അപ്പം വേണ്ട ഈ കുഞ്ഞു ചെടിക്കും ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. അന്നേരം വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇത്രയും മതിയാവും. എന്നിട്ട് നമ്മൾ നിർബന്ധമായിട്ടും പൊതയിട്ട് കൊടുക്കണം. ഇത് നമ്മുടെ തക്കാളക്കുട്ടന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ വിളവെടുക്കാറ് ഇങ്ങനെ പരുവമായിട്ട് വരുന്നു. അപ്പോൾ ഇവർക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഞാൻ 1 കപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 കപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിനകത്ത് 1 കപ്പ് ഒഴിച്ച് കൊടുത്തേക്കാം. നമുക്ക് പൂച്ചെടികൾക്കും എല്ലാം ഇത് ഒഴിച്ചു കൊടുക്കാം. ചട്ടിയിലിരിക്കുന്ന പൂച്ചെടിയാണ്. ഇതിന് വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഇത്രയും മതിയാവും. ഇതിൻ്റെ ഒരു 1/4 ഭാഗമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അത്രയും മതിയാവും. എല്ലാത്തരം പൂച്ചെടികൾക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. മതിയാവും. ഇത് നമ്മുടെ വാടാമുല്ലയാണ്. അതിനും ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.